നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ 6 വിദേശ താരങ്ങളുടെയും സൈനിങ് വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു നീക്കം തന്നെയാണ് സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. താരങ്ങളുടെ സൈനിങ് ആണെങ്കിലും ഇനി ട്രെയിനിങ് സെക്ഷനിലാണെങ്കിലും ഒക്കെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു എഫക്റ്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു കാര്യം നമുക്കിപ്പോൾ നിലവിൽ മനസ്സിലാവുന്നുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിന് ഇറങ്ങുവാനായിട്ട് പോകുന്നത് ഈ മാസം 30-ാം തീയതിയാണ്. അതായത് ഒക്ടോബർ 30-ാം തീയതിയാണ്. അതായത് ഈ ഒരു മന്തിൻ്റെ എൻഡിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത്. അതും രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിക്കെതിരെയാണ്. ഐ ലീഗ് ക്ലബ്ബാണ്. കഴിഞ്ഞുപോയ ഐ ലീഗ് സീസണിൽ 5-ാം സ്ഥാനത്തായിരുന്നു രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സി ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ISL ഒരു 8-ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ നടന്നേക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഐ ലീഗിലെ ക്ലബ്ബ് എന്ന് പറഞ്ഞ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിയെ ഒരു കാരണവശാലും തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഐ ലീഗിലെ പല ക്ലബ്ബുകളും കേരള ബ്ലാസ്റ്റേഴ്സിനെ മുമ്പ് തോൽപ്പിച്ച ചരിത്രമൊക്കെ തന്നെ ഉണ്ട്. സോ അതിനാൽ തന്നെ ഒരു ക്ലബിനെയും ആ ഒരു ലെവലിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. സോ ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുവാനായിട്ട് സാധ്യതയുള്ള ഒരു സാധ്യത 11 നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഗോൾ കീപ്പറായിട്ട് കൂടുതലും സാധ്യത, അതായത് ആദ്യത്തെ മത്സരത്തിൽ കൂടുതലും ഇറങ്ങുവാനായിട്ടുള്ള സാധ്യത ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും. പുതുതായിട്ട് സൈൻ ചെയ്തിട്ടുള്ള ആഷൻവർ ഷെയ്ഖിനും ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. എങ്കിൽ പോലും മെയിൻ ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷിന് തന്നെ ആയിരിക്കാം ആദ്യത്തെ നറുക്ക് വീഴുക. സോ അദ്ദേഹം തന്നെയായിരിക്കും ആദ്യത്തെ മത്സരത്തിലെ ഗോൾ കീപ്പറായിട്ട് ഇറങ്ങുക. അതോടൊപ്പം തന്നെ ഈ ഒരു സൂപ്പർ കപ്പിൽ 6 വിദേശ താരങ്ങളിൽ നിന്നും 4 വിദേശ താരങ്ങൾക്ക് മാത്രമാണ് സൂപ്പർ കപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ലേക്ക് ഇറങ്ങുവാനായിട്ട് സാധ്യത ഉള്ളൂ എന്നൊരു സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ, അതായത് ആ ഒരു നിയമം പുതുതായിട്ട് വീണ്ടും വന്നതിനാൽ തന്നെ നമുക്ക് ഡിഫൻസിലേക്ക് നോക്കുമ്പോൾ ഒരു വിദേശ താരത്തെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് പൊസിഷനിൽ അമീർ റാണവയുടെയും അതോടൊപ്പം തന്നെ ഐബാൻ ഡോഗ്ലിയുമായിരിക്കും പ്ലേയിങ് ലെവലിൽ ഇറങ്ങുക. ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ വികാഷ് യുങ്നാമിന്, അതായത് കഴിഞ്ഞു പോയ സീസണിൽ ഒരു എൻഡോട് കൂടി ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ള താരമാണ് വികാഷ് യുങ്നാം. അദ്ദേഹത്തിനും ഒരു സെൻറ്റർ ബാക്ക് പൊസിഷനിൽ അദ്ദേഹത്തിന് ഒരു സാധ്യത നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. പോരാത്ത തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിലെ അവസാന വിദേശ താരമായിട്ടുള്ള സ്പാനിഷ് താരം യുവാൻ റോഡ്രിഗസിനും ഈ ഒരു ഡിഫൻസ് നിരയിൽ ഒരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അറ്റാക്കിംഗ് അതായത് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ, അറ്റാക്കിങ്ങിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരാത്തത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 4-2-3-1 എന്ന് പറയുന്ന ഒരു ഫോർമേഷനാണ്. സോ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരുടെ സ്ഥാനത്ത് ഫ്രെഡിയെയും നമുക്ക് അതോടൊപ്പം തന്നെ ഡാനിഷ് ഫാറൂഖിനെയും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മിഡ്ഫീൽഡിലെ ഒരു അറ്റാക്കിംഗ് മെൻറ്റാലിറ്റിയിലുള്ള മിഡ്ഫീൽഡേഴ്സിലേക്ക് വരുമ്പോൾ അഡ്രിയാൻ ലൂണയ്ക്കും നോഹ സദോയിക്കും വിങ്ങറിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ കൂടുതൽ മേഖലയിൽ അവർക്ക് ഒരു സാധ്യത നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. ആൻഡ് കോറു സിംഗിന് ഒരു പക്ഷേ വിങ്ങുകളിലേക്ക് കൊടുക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡ്രിയാൻ ലൂണയ്ക്ക് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വിങ്ങുകളിൽ നോഹ സദോയും അതോടൊപ്പം തന്നെ കോറു സിംഗും, അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിൽ അഡ്രിയാൻ ലൂണയുമായിരിക്കും ഉണ്ടാവുക. ഇനി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കോൾഡോ ഒബെയ്റ്റ എന്ന് പറയുന്ന ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ജീസസ് ജിമിനസിൻ്റെ പകരക്കാരനായിട്ടാണ് ഇദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹത്തിനായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സാധ്യത നമ്മൾ കൽപ്പിക്കുന്നത്. അദ്ദേഹം അല്ല എന്നുണ്ടെങ്കിൽ തിയാഗോ ആൽവസ് എന്ന് പറയുന്ന പോർച്ചുഗീസ് സ്ട്രൈക്കറിനും സെൻറ്റർ ഫോർവേഡിനും, അദ്ദേഹത്തിന് സെൻറ്റർ ഫോർവേഡ് മാത്രമല്ല വിങ്ങുകളിലും കളിക്കുവാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഇറങ്ങി കളിക്കുവാനായിട്ടുള്ള ഒരു അദ്ദേഹം ആ ഒരു പൊസിഷനിലൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള താരമായതിനാൽ തന്നെ ഒരു കംപ്ലീറ്റ്ലി ഒരു അറ്റാക്കിങ്ങിൽ ഓവറോളായിട്ട് കളിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും വലിയൊരു അഡ്വാൻറ്റേജ്. അതിനാൽ തന്നെ അദ്ദേഹത്തിനും ഒരു സാധ്യത നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. സോ ഈ ഒരു ലൈനപ്പാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 4 വിദേശ താരങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 4 വിദേശ താരങ്ങളായിരിക്കും മെയിൻ ഇലവനിൽ ഇറങ്ങുക. സോ അതിനകത്ത് തന്നെയാണ് നമ്മൾ 4 വിദേശ താരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. അറ്റാക്കിങ്ങിൽ ഒരുപക്ഷെ കോൾഡോ ഒബേറ്റോ അല്ലെങ്കിൽ തിയാഗോ ആൽവസോ ആയിരിക്കും. ഇവർ രണ്ടിലാരെങ്കിലും ഒരാളെ ഇറങ്ങുവാനായിട്ടുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. യുവാൻ റോഡ്രിഗസിന് മെയിൻ ഇലവനിൽ ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ പറയുന്നത്, അദ്ദേഹം ഒരു പ്രൊഫഷണൽ സെൻറ്റർ ബാക്കാണ്. ഡുസാൻ ലഗട്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു DM പൊസിഷനിലാണ് കൂടുതലും തൻ്റെ കരിയറിൽ കൂടുതലും കളിച്ചിട്ടുള്ളത്. സോ അതിനകത്ത് തന്നെ ഒരു പ്രൊഫഷണൽ എന്താ പറയുക, ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു പ്രൊഫഷണൽ സെൻറ്റർ ബാക്കിൻ്റെ ഒരു ആവശ്യകത ഉണ്ട്. അതായത് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരത്തെ, വിദേശ താരത്തെ ഒരു ആവശ്യകതയുണ്ട്. കഴിഞ്ഞ സീസണിൽ മാർക്കോ ലെസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്യൂട്ടിയുടെ ഒരു വേക്കൻറ്റ് സ്പേസ് ഫില്ല് ചെയ്യുവാനായിട്ടായിരിക്കാം ഒരുപക്ഷെ യുവാൻ റോഡ്രിഗസ് വന്നിട്ടുണ്ടായിരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് മെയിൻ ലെവൽ സ്ഥാനം ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. സോ കണ്ടു തന്നെ അറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മത്സരത്തിൽ എങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുവാനായിട്ട് പോകുന്നതെന്നൊക്കെ.